നമസ്കാരം. ഇന്നത്തെ മലയാളം ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യണം. കൺട്രോൾ പാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാംസിനകത്ത് അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്ന് കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മുഴുവൻ സോഫ്റ്റ്വെയറുകളുടെയും വിവരം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഇവിടെ ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഈ യൂടോറൻ്റ് എന്നുള്ള ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ആക്കുന്നത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന അൺഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചെറിയ വിൻഡോ അവിടെ പ്രത്യക്ഷപ്പെടും. നമ്മളോട് ചോദിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യണമോ എന്നാണ്. അപ്പം നമുക്ക് ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അവർ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കും. നമുക്ക് എന്താണ് നമ്മുടെ റീസൺ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ നിന്നും അൺഇൻസ്റ്റാൾ ആയി. നമസ്കാരം. ഇന്നത്തെ മലയാളം ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യണം. കൺട്രോൾ പാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാംസിനകത്ത് അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്ന് കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മുഴുവൻ സോഫ്റ്റ്വെയറുകളുടെയും വിവരം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഇവിടെ ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഈ യൂടോറൻ്റ് എന്നുള്ള ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ആക്കുന്നത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന അൺഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചെറിയ വിൻഡോ അവിടെ പ്രത്യക്ഷപ്പെടും. നമ്മളോട് ചോദിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യണമോ എന്നാണ്. അപ്പം നമുക്ക് ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അവർ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കും. നമുക്ക് എന്താണ് നമ്മുടെ റീസൺ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ നിന്നും അൺഇൻസ്റ്റാൾ ആയി.